നമുക്കൊപ്പം ജില്ലാ കളക്ടർ ശ്രീ എൻ ദേവിദാസ് ചേരുന്നുണ്ട്. എൻ ദേവിദാസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതാ കൊല്ലം തീരത്ത് ഈ കണ്ടെയ്നറുകൾ വന്ന് കരക്കടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയഴീക്കൽ ഭാഗത്താണ് ഇപ്പോൾ ഒരു കണ്ടെയ്നർ അടിഞ്ഞിട്ടുള്ളത്. അത് കാലിയാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ ശക്തികുളങ്ങര ഭാഗത്തും ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. അപ്പോൾ പ്രദേശത്തെ ആളുകൾക്കൊക്കെ ഒരു ആശങ്കയാണ്. ഇപ്പോൾ എന്താണ് സർ പ്രതികരിക്കാനുള്ളത്? ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് ഇന്നലെ രാത്രി ചെറിയഴീക്കൽ ഭാഗത്ത്, ആലപ്പാട് പഞ്ചായത്തിന്റെ ചെറിയഴീക്കൽ ഭാഗത്താണ് ആദ്യത്തെ കണ്ടെയ്നർ കാണാൻ സാധിച്ചത്. അത് ഈ കടൽ സുരക്ഷാ ഭിത്തിയുടെ മുകളിൽ വന്ന് അടിഞ്ഞ് അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പൊ അടുത്തുള്ള വീട്ടിലെ കുടുംബം അതിന്റെ വലിയ ശബ്ദം കേട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് ഇന്റിമേറ്റ് ചെയ്യും. ഉടനെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം ആ മേഖലയിൽ പോയി ആവശ്യമായിട്ടുള്ള ജാഗ്രത പാലിക്കാൻ ജനങ്ങൾക്കെല്ലാം നിർദ്ദേശം കൊടുക്കുകയും മതിയായ സുരക്ഷാകലം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പരിസരത്തുള്ള കുടുംബങ്ങളെ, ഒരു 5ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരും, അത് പോലീസ്, അതുപോലെ തന്നെ ഫയർ, മറ്റ് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാവരും ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള ജാഗ്രത അവിടെ പുലർത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇപ്പം കസ്റ്റംസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ആ സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കും. കൂടാതെ കണ്ടെയ്നറുകൾ മാറ്റുന്നത് ഏറെ ശ്രമകരമായ ഒരു കാര്യമായിരിക്കില്ലേ? അതെ, അത് പിന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തിട്ട്, അതുപോലെ തന്നെ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ നടപടി സ്വീകരിക്കും. ഈ ആളുകളെയൊക്കെ ഇപ്പോൾ ചെറിയഴീക്കൽ ഭാഗത്തു നിന്നായിരുന്നു മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ശക്തികുളങ്ങര ഭാഗത്തും ഇങ്ങനെ ഒരു ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ എന്തായിരിക്കും സർ? മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇപ്പോ രാവിലെയാണ് നീണ്ടകര ഭാഗത്ത് ഒരു കണ്ടെയ്നർ തീരത്തടിഞ്ഞിട്ടുള്ളത്. അതിപ്പോ രാവിലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ആ പരിസരത്ത് ആവശ്യമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ട് ജനങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കൂടാതെ അവിടെ മാറ്റിപ്പാർപ്പിക്കേണ്ട കുടുംബങ്ങളുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അതിന് നടപടി സ്വീകരിക്കുന്നതാണ്. പിന്നെ കുറച്ച് കണ്ടെയ്നേഴ്സ് കടലിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. അത് തീരെ തടിഞ്ഞിട്ടില്ല. അത് വേണ്ട ശക്തികുളങ്ങര ഭാഗത്തേക്ക് നീങ്ങുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ നിരീക്ഷണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സർ, അതേപോലെ ഇപ്പോൾ ഈ ശക്തികുളങ്ങര ഭാഗത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് ഇത് കണ്ടെയ്നർ ഇങ്ങനെ ഒഴുകി നടക്കുന്നതാണ്. അപ്പോൾ പ്രതികരണങ്ങളൊക്കെ മത്സ്യബന്ധന തൊഴിലാളികളുടെ ഒക്കെ പ്രതികരണം വന്നപ്പോൾ അവർ പറയുന്നത് കടലിൽ നിന്ന് തിരിച്ചു വരുന്ന യാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ തട്ടി അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള ഒരു ആശങ്ക അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ അത് തീരത്തേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമോ സർ? യഥാർത്ഥത്തിൽ കണ്ടെയ്നറുകൾ തീരത്തെത്തിക്കുന്നതല്ല, കടലിൽ തന്നെ നിർത്തുന്നതിനുള്ള ഒരു ആലോചനയാണ് ഉന്നതതലത്തിൽ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് ഇപ്പോ കടൽ പ്രക്ഷുബ്ധമായതൊരു കാരണത്താല് നമുക്കത് സാധിക്കുന്നില്ല. പിന്നെ കടലിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓറഞ്ച് അലർട്ടൊക്കെ ആയതുകൊണ്ട് അധികം യാനങ്ങൾ പുറത്ത് പോയിട്ടില്ല. മത്സ്യത്തൊഴിലാളികളെ ഇന്നലെ ഏറെ വൈകുന്നവരെ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് പുലർച്ചെ ആവശ്യമായിട്ടുള്ള ജാഗ്രതയും തുടർന്ന നടപടികളൊക്കെ അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ജനങ്ങളിലെ മത്സ്യത്തൊഴിലാളികളിലും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കടലോര ജാഗ്രതാ സമിതിക്കും ആവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.